ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, ഞാൻ അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് രാവിലെ റെഡി ആയിട്ടുണ്ട്. ഡ്രസ്സ് എങ്ങനെ ഉണ്ടെന്ന് പറയണേ. എന്താ ദേ, അപ്പം ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഇന്നെൻ്റെ ബർത്ത്ഡേ വ്ളോഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നാട്ടിൽ വന്നിട്ടുള്ള അടുത്ത ദിവസം എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേയുടെ വ്ളോഗാണ്. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ദൃശ്യം 3 ഒക്കെ കാണാൻ പോകണം. വെളിയിൽ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് രാവിലെ റെഡിയായി നിൽക്കുകയാണ്. അപ്പം ഇത് എൻ്റെ അനിയത്തി എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ഡ്രസ്സാണ് കേട്ടോ. അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ഡ്രസ്സ് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ കേട്ടോ. ബാക്കി അങ്ങോട്ട് പോകുന്ന വഴി ട്രെയിനിലിരിക്കുമ്പോഴാണ് കേട്ടോ ദൃശ്യം 3 റിലീസാവുന്നത്. അങ്ങനെ നാട്ടിൽ ചെന്ന് അന്നേ ദിവസം തന്നെ നമ്മൾ ടിക്കറ്റ് അങ്ങ് ബുക്ക് ചെയ്തു കേട്ടോ. പക്ഷെ പറ്റിയത് എന്താണെന്നറിയോ, അടുത്ത ദിവസം രാവിലെ എഴുന്നേക്കാൻ നല്ല ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ 10 മിനിറ്റ് കൊണ്ട് റെഡി ആയിട്ട് തൂത്ത് വരി പിടിച്ചൊരു ഓട്ടോ ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ചുരിദാറൊന്നും എനിക്ക് ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റാഞ്ഞത്. നമ്മൾ ചെന്നതും സിനിമ തുടങ്ങിയതും ഒരുമിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഈ ചുരിദാർ കൂടാണ്ട് ഒരു റാണി പിങ്ക് ചുരിദാറും 2 ലിപ്സ്റ്റിക്കും ഒരു ഇയറിങ്ങും കേട്ടോ അവൾ എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ട് കേട്ടോ. അതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അതൊക്കെ ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് സർപ്രൈസ് ഗിഫ്റ്റ് ആയിരുന്നു. എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ ഇവിടുന്ന് നാട്ടിൽ പോകുന്നത് തലേ ദിവസമാണ് കേട്ടോ വന്നത്. അപ്പോൾ മക്കളതൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ വീട്ടിലില്ലായിരുന്നതുകൊണ്ട്. ഞങ്ങളങ്ങനെ സിനിമയൊക്കെ കണ്ട് താഴെ ഇറങ്ങി. നല്ല സിനിമയായിരുന്നു. ഗുഡ്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ 4 ഉണ്ടോ ഇനി? സിനിമയൊക്കെ കണ്ട് വെളിയിൽ വന്നപ്പോഴേക്കും നല്ല വിശപ്പായിട്ടോ. പോരാത്തതിന് ഉച്ചയാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് തൊട്ടിപ്പുറത്ത് തന്നെ ലെമൺ ലീഫ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടേക്കാണ് കേട്ടോ കയറിയത്. ചിക്കൻ ബിരിയാണിയും ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. വെയിറ്റിംഗിലാണ് നമ്മൾ, കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് പുനലൂർ കാർണിവൽ സിനിമാസ് തിയേറ്ററിൻ്റെ തൊട്ടടുത്തായിട്ട് വരുന്ന ലെമൺ ലീഫ് റെസ്റ്റോറൻറ്റ് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. അപ്പോൾ നമ്മളവിടെ ചെന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു. നമ്മളൊരു 10 മിനിറ്റ് നിന്നിട്ടാണ് കേട്ടോ ഒന്ന് സീറ്റ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ചിക്കൻ ബിരിയാണി കേട്ടോ ആദ്യം വന്നത്. കുറച്ച് ലേറ്റായി നമുക്ക് ഫ്രൈഡ് റൈസ് കിട്ടിയപ്പം. അപ്പോൾ ചിക്കൻ ബിരിയാണി പറയാതിരിക്കാൻ വയ്യ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സാധാരണഗതിയിൽ വെളിയിലൊക്കെ പോയി ചിക്കൻ ബിരിയാണി കഴിക്കുന്ന സമയത്ത് ഭയങ്കര മസാല ആയിരിക്കും കേട്ടോ. നമ്മളങ്ങനെ എരിവ് ഒരുപാട് കഴിക്കാത്ത ആൾക്കാരായതുകൊണ്ട് നമുക്കങ്ങനെ കഴിക്കാൻ പറ്റാറില്ല കേട്ടോ. ചിക്കൻ ബിരിയാണി ഇത്ര എരിവായിട്ട് വരുന്നതുകൊണ്ട് ഇത് അത്യാവശ്യം എരിവുണ്ട്, പക്ഷേ നല്ല ഫ്ലേവറൊക്കെയുള്ള നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് മധുരം കഴിക്കണമെന്ന് തോന്നി. പിന്നെ അവിടെ നിന്ന് ഐസ്ക്രീമും കൂടി വാങ്ങിച്ച് കഴിച്ചു കേട്ടോ എല്ലാവരും. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഇനി വെളിയിലോട്ടൊന്ന് ഇറങ്ങണം. അപ്പോൾ പുതിയ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ നോക്കാനുണ്ട്. മെത്ത, ഡൈനിങ് ടേബിൾ, ചെയർ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഓർഡർ ചെയ്യാൻ പറ്റുന്നത് ഓർഡർ ചെയ്തിട്ടൊക്കെ പോകണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അതിൻ്റെ വിശേഷങ്ങളൊക്കെ വേറൊരു വീഡിയോയിൽ പറയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ പുനലൂർ അംബാസിഡറിൽ കയറിയിട്ട് ഞങ്ങൾ ഷാർജ ഷേക്ക് കുടിച്ചു. പിന്നെ ബർത്ത്ഡേ പ്രമാണിച്ച് ഒരു കേക്കും കൂടി മേടിച്ചു കേട്ടോ. എന്നിട്ട് നേരെ അവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്കാണ് പോയത്. ശരിക്കും പറഞ്ഞാൽ പപ്പയാണ് കേട്ടോ ഇതിൽ സർപ്രൈസ് ആയത്. പപ്പയ്ക്ക് അറിയില്ലായിരുന്നു എൻ്റെ ബർത്ത്ഡേ ആണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ പപ്പ പറയുന്നു, ഇന്ന് നിൻ്റെ നാളല്ലല്ലോ, എങ്ങനെയാണ് നിൻ്റെ ബർത്ത്ഡേ ആയെന്ന്. ഞങ്ങളുടെ അവിടെ എല്ലാവരും നാളാണ് കേട്ടോ നോക്കുന്നത്. നാളെ നോക്കിയാണ് ബർത്ത്ഡേ. അപ്പോൾ ഞാൻ പറഞ്ഞ നാളല്ല പപ്പേ, എൻ്റെ ഡേറ്റാണെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി അങ്ങനെ ബർത്ത്ഡേ ആഘോഷിച്ചു. ഒരുപാട് വർഷങ്ങളായിട്ടോ അങ്ങനെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചിട്ട്. ഒന്നുകിലും ഞാൻ ഒറ്റയ്ക്കായിരിക്കും നാട്ടിൽ, ഇല്ലെങ്കിൽ ചിലപ്പോൾ ട്രെയിനിനകത്തായിരിക്കും. അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ പപ്പയെടുത്ത് ഞാനിങ്ങനെ ബർത്ത്ഡേ ഒന്നും ആഘോഷിച്ചിട്ടേ ഇല്ല കേട്ടോ. ഒരുപാട് വർഷങ്ങളായി. അപ്പം പപ്പയെടുത്ത് ആഘോഷിക്കാൻ പറ്റിയത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പപ്പ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. പപ്പ വളരെ ഭയങ്കര സർപ്രൈസും കൂടിയായിരുന്നു. അങ്ങനെ അവിടെ പോയി കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കാനായിട്ടാ. Happy birthday to you. Happy birthday to you. അങ്ങനെ പ്രത്യേകിച്ച് പരിപാടി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു സിമ്പിൾ കേക്ക് കട്ടിങ് മാത്രം. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് പപ്പയ്ക്കും എല്ലാവർക്കും കൊടുത്തപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അവർ നല്ല സന്തോഷത്തിലായിട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ കുഞ്ഞിലെ മറ്റാണ് പപ്പയുടെ കൂടെ ഇങ്ങനെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുള്ളത്. അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് പിന്നെ പപ്പ അങ്ങനെ കൂടെ ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോൾ എല്ലാവരും കൂടി പിന്നെ കൂടെ ഉണ്ടാവാറില്ല. അങ്ങനെ ഈ വർഷമാണ് കേട്ടോ എല്ലാവരും കൂടി ഒത്തുചേർന്നൊരു സമയം എന്ന് പറഞ്ഞത്. അങ്ങനെ എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. പക്ഷേ വീഡിയോ നിങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇനി ശ്രീചേട്ടൻ്റെ വീട്ടിലേക്കുള്ളത് നമ്മളവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെ മേലെല്ലാം മാമനാണ്. അങ്ങനെ മാമന് സമയപ്പം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കേരള വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. എല്ലാം ഒന്നും എടുത്ത് വെച്ചിട്ടില്ലെങ്കിലും കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ നമുക്ക് വഴിയേ കാണാം. അങ്ങനെ ബർത്ത്ഡേയുടെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു ബർത്ത്ഡേ നാട്ടിൽ ആഘോഷിച്ചു. അല്ല മൂമ്മ ഡേറ്റ
നാളല്ല ഡേറ്റ്. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു ബർത്ത്ഡേ നാട്ടിൽ ആഘോഷിക്കുന്ന സന്തോഷം. ഇവിടെ നാളെ പരിപാടിയല്ലേ? പിന്നെ രാവിലെ തൊട്ടുള്ള കറക്കമൊക്കെ കഴിഞ്ഞ് ഫൈനലി വീട്ടിൽ വന്നിട്ടുണ്ട്. കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതിലേക്കും ബൈ.